അപ്പോൾ പിന്നെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അനന്തപൂരത്തിന് അവിടെ കൊടി ഉയരുന്നതിന് മുൻപ് തന്നെ അവിടെ കലവറ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്തരിക്കണ്ട മൈതാനത്താണ് കലോത്സവ കലവറ. ആ കലവറയിൽ നിൽക്കുകയാണ് നമ്മുടെ അരുൺ സോളമൻ. അരുൺ സോളമൻ, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ കലവറയിലേക്ക് വെച്ച് പിടിച്ചല്ലോ. എന്തായി കലവറയിൽ സാധനങ്ങളൊക്കെ എത്തിയോ? സുജയ, ഗുഡ് ഈവനിങ്. കലവറ നടക്കൽ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ ഉദ്ഘാടനം ഇപ്പോൾ മന്ത്രി GR അനിൽ നിർവഹിച്ചിരിക്കുകയാണ്. വളരെ ആവേശത്തോടുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് തലസ്ഥാന നഗരം ഒരുങ്ങിയിരിക്കുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുട്ടികൾക്കുള്ള ഭക്ഷണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ കുട്ടികളിൽ നിന്ന് തന്നെ ശേഖരിച്ച ഈ ഭക്ഷണ സാധനങ്ങളാണ് ഈ സാധനങ്ങൾ ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാന നഗരത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിയെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ മിനിസ്റ്റർ GR അനിൽ നമുക്കൊപ്പം ഇവിടെ ഉണ്ട്. നമുക്ക് മിനിസ്റ്റർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആരവം എങ്ങനെയുണ്ട്? വളരെ വളരെ സജീവമായി ജനങ്ങൾ സഹകരിച്ചതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനോട് സഹകരിച്ചു. എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ തയ്യാറായി ജനങ്ങൾ. അത് ഒരു വലിയ വിജയം തന്നെയായിരിക്കും, അതിന് തുടക്കമാണ്. അപ്പോൾ നാളെ അതിൻ്റെ പാലുകാച്ചിലാണല്ലോ. അപ്പോൾ സുജയ, വലിയൊരു തുടക്കം തന്നെയാണെന്നുള്ളതാണ് മിനിസ്റ്റർ പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത്. നാളെയാണ് ഇതേ സ്ഥലത്ത് തന്നെയാണ് പഴയടം നമ്പൂതിരിയാണ് ഇത്തവണയും ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അത് പാലുകാച്ചൽ ഇവിടെ തന്നെയായിരിക്കും നടക്കുക. അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഭക്ഷണ കമ്മിറ്റിയുടെ സുജയ, നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പാലുകാച്ചൽ നടക്കുക. പ്രധാനമായും പല ജില്ലകളിലുള്ള കുട്ടികൾ നാളെയോടുകൂടി തന്നെ, ഇന്ന് തന്നെ ഇപ്പോൾ എത്തി തുടങ്ങിയെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് സുജയ. അപ്പോൾ നാളെയോടുകൂടി തന്നെ എല്ലാ കുട്ടികളും ഇവിടെ എത്തിച്ചേരും. ഈ കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ അടക്കമുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഈ കലോത്സവ കമ്മിറ്റി ഒരുക്കിയിരിക്കുകയാണ്. 27 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരുക്കങ്ങൾ നടന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ മേയർ നമുക്കൊപ്പം ഉണ്ട്. മേയർ, എങ്ങനെയാണ് ഒരുക്കങ്ങളിപ്പോൾ പൂർത്തിയായി വരികയാണല്ലോ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാം, വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മുടെ കലോത്സവത്തെ വരവേൽക്കുന്നത് എന്നുള്ളത് തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഇനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് കൂടി ചോദിക്കാം. കൊണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മയിൽ ഏതെങ്കിലും ഈവൻറ്റുകളിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ പുതുക്കലുണ്ടോ? ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുമ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ട്. കാർമലിലും കോട്ടൺ ഹില്ലുമാണ് രണ്ട് സമയത്തും പഠിച്ചിരുന്നത്. ബാൻഡ് മേളത്തിനും അതുപോലെ തന്നെ കാർമലിൽ പഠിക്കുന്ന സമയത്ത് ബാൻഡിലും അതുപോലെ തന്നെ കോട്ടൺ ഹില്ലിൽ പഠിക്കുമ്പോൾ നാടകത്തിനും പങ്കെടുത്തിട്ടുണ്ട്. കാർമലിൽ പഠിക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് 3ാം സ്ഥാനം വരെ തൃശ്ശൂർ വെച്ച് നടന്നിട്ടുള്ള കലോത്സവത്തിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കലോത്സവത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. 2015 ഈ തിരുവനന്തപുരത്ത് കലോത്സവം നടത്തുമ്പോൾ ഞാൻ വിദ്യാർത്ഥിനിയായ കലോത്സവത്തിൻ്റെ ഭാഗമായ ആളാണ്. ഇപ്പോൾ 2025 ഞാൻ സംഘാടകരോടൊപ്പം നിൽക്കുന്നു എന്നുള്ള അഭിമാനം കൂടി. നഗരത്തിന്റെ മേയർ കൂടിയാണ്. അപ്പോൾ ഒരു വലിയൊരു ഉത്സവ തിമിർപ്പിൽ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും വലിയൊരു ഉത്സവമായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ എല്ലാം ഗംഭീരമാകട്ടെ.